ഹലോ ഗൈസ്, ഞാനിപ്പോ ഉള്ളത് കോട്ടക്കലാണ്. എന്റെ ഇപ്പൊ 2.5 കൊല്ലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് സിനാനും ഉണ്ട്. വൈകുന്നേരം ഇപ്പൊ ചായക്ക് കുടിച്ച് ഞങ്ങള് വെറുതെ നടക്കാൻ ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ എന്തോ പണിയെടുക്കുന്നുണ്ട്, ആകെ പൊളിച്ചിട്ട്. നാളെ എന്റെ കൂടെ ഷമീം പോണതുകൊണ്ട് അവിടെ ചെറിയ പാർട്ടി ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോകണം ഞങ്ങള്. അവിടെ നിന്നാണ് സിനാനും ആഷിറും കണ്ടത്. നാട്ടുകാരാണെങ്കിലും സിന വന്നത് ആഷിർ അറിഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് എന്തുണ്ടാക്കിന്ന് വെച്ചപ്പോ സിനാൻ ഇതാണ് കാണിച്ചു കൊടുത്തു. ആഷിർ ആകെ സർപ്രൈസ് ആയി. അങ്ങനെ കോട്ടക്കത്തെ ഇല്ലത്തിലാണ് ഞങ്ങൾ കൂടി. ബിരിയാണി വിളമ്പാന് സാമുണ്ട് ഹെൽപ്പറായിട്ട്. ക്വാർട്ടർ പ്ലേറ്റിന്റെ ആളാണ് മുഫീദ്. ഓനാണ് എല്ലാവർക്കും വിളമ്പുണ്ടാവും. നജ്മും ആഷിഖും സാബിത്തും ഒക്കെ വന്നാണ്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊഫാൻ വന്നത്. അങ്ങനെ സൊഫാനൊക്കെ ഇരുത്തി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഷമീമിന്റെ മുഖത്താണെങ്കിൽ തുള്ളി സങ്കടമല്ല. ഇവിടെ ആണെങ്കിൽ പീസിനാട്ടി ഉണ്ടാക്കണം ഇവന്മാർ. വീഡിയോയിൽ കുടുങ്ങി കണ്ടപ്പോ ആഷിർ മുങ്ങിയിരിക്കണേ. കൂട്ടത്തിലെ മുഫീദിനാണ് എന്നോട് സ്നേഹമുള്ളത്. ഞാനൊന്ന് പറഞ്ഞപ്പോ 2 പീസാണ് എനിക്ക് കൊടുക്കുന്നത്. തരിപ്പുള്ള വെള്ളം ഞാൻ ചോദിച്ചപ്പോ അവസാനം തരിപ്പുള്ള വെള്ളം കിട്ടി. അവിടെയും മുഫീദ് തന്നെ മെയിന് ചോറച്ച് നീച്ചപ്പോഴാണ് ബന കണ്ടത്. ഞങ്ങളെ കൂട്ടത്തിലെ ബിസിനസ്മാൻ ജാൻസിൽ ക്യാമറ ആയിട്ട് വന്നപ്പോ എന്തെന്നില്ലാത്തൊരു പിന്നെ മാജിദും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്തതാണ് ഷമീമിനെ കരയിപ്പിക്കാന്നുള്ള കാരണം. ഓനോടൊന്നും പറയാൻ പറ്റില്ല. കരയാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിക്കും. അവിടെയാണ് ഫ്രണ്ട്സ് ജയറാമിന്റെ പോലെ ഇരിക്കുന്ന കുട്ടാളിനെ കണ്ടത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം റിഷാദിന്റെ കടന്നു വരാം. നാളെ ഷമീമിന്റെ ഒപ്പം ബനും പോകേണ്ട ദുബായിക്ക്. ഞങ്ങൾ പിന്നെ വട്ടത്തിലിരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഷമീമിനോട് റിഷാദിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ പോയി. ബൈക്കുമ്മലായോണ്ട് നല്ല മയം. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി പാർട്ട് 2.